നിങ്ങളൊരു അമിത മദ്യപാനിയാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ആൽക്കഹോളിസം, അതായത് ആൽക്കഹോളത്തിന് 7 സ്റ്റേജസ് ആണുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഇയർലി ഒരു പ്രാവശ്യമൊക്കെ മദ്യപിക്കുന്ന ഒരു സ്ഥിതിയിലാണുള്ളെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തേത്, നിങ്ങൾ റെഗുലർ ഇൻ്റർവെല്ലിൽ മദ്യപിക്കുക, അതായത് എവറി വീക്കെൻഡ് കഴിക്കുക അല്ലെങ്കിൽ മാസത്തിൽ കഴിക്കുക, അങ്ങനെ ഒരു കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലാണുള്ളത്. മൂന്നാമത്തേത്, അതായത് നമ്മൾ പതുക്കെ അഡിക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബോധം പോവുക, അതായത് നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് മദ്യപിക്കുക, നിങ്ങളൊരു വിവാഹത്തിന് പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തിൻ്റെ വിവാഹത്തിന് മദ്യപിക്കുക, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നതാണെങ്കിൽ നമ്മൾ പതുക്കെ അഡിക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റേജ് 3 ആൽക്കഹോളിസത്തിലാണ് നിൽക്കുന്നത്. അടുത്തതായിട്ട് നാലാമത്തേന്ന് പറയുമ്പോൾ എക്സസ് ഇൻടേക്ക്. നിങ്ങൾക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ മദ്യം കഴിക്കാൻ തുടങ്ങും. അതായത് അതൊരു ക്രോണിക് കണ്ടീഷൻ കൂടിയാണ്. ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഇല്ല പകലില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്യാവശ്യത്തിൽ അധികം, നിങ്ങൾക്ക് വേണ്ടതിലും അധികം നിങ്ങൾ മദ്യപിക്കാൻ സ്റ്റാർട്ടാവും. ഫിഫ്ത്ത് സ്റ്റേജ്, നിങ്ങൾ നല്ലൊരു അഡിക്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ എവറി ഡേ മദ്യമില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ കുറച്ച് നാളുകളായിട്ട് ഉണ്ടാവില്ല. ഈ സമയം തന്നെ നമ്മൾ ചികിത്സ ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജ് 6. സ്റ്റേജ് 6 എന്ന് പറയുമ്പോൾ എക്സസീവ് ഇൻടേക്ക്. നിങ്ങൾക്ക് ബോധം മറിഞ്ഞാലും ബോധം മറയുന്നത് വരെയും നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊന്നും സംഭവിക്കുന്നത് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ നിങ്ങൾ മദ്യപാനത്തിൽ എത്തിച്ചേരും. സ്റ്റേജ് 7, അതായത് മദ്യം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗനെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും. ലിവർ സിറോസിസിൻ്റെ അത്യാവശ്യം നല്ലൊരു ഘട്ടത്തിൽ എത്തിച്ചേരും. ഇനി ഒരു തിരിച്ചുപോക്ക് നമുക്ക് ഉണ്ടാവാത്ത ഒരു കണ്ടീഷനാണ്. ഇതിൽ 4th സ്റ്റേജിന് മുകളിൽ ആണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു.